NSSന്റെ മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നായർ സമുദായ അംഗങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നു. അതായിരുന്നു മന്നത്തിന്റെ ദർശനം. എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം, എല്ലാവർക്കും വളരാനുള്ള അവസരം, എല്ലാവർക്കും തുല്യമായി നീതി നൽകാനുള്ള ചിന്ത, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ വ്യക്തിപരമായൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എനിക്ക് SSLC പരീക്ഷയിൽ അന്ന് 360 മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ. 5 മാർക്ക് എനിക്ക് കുറവായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. റാങ്ക് ലിസ്റ്റിൽ ഞാൻ 5ാമനായിരുന്നു. ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ KSUവിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ജില്ലാ ട്രഷററായിരുന്നു. ആരോ ഒരു ഊമക്കത്ത് അയച്ചു, ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ ഈ കോളേജിന്റെ അന്തരീക്ഷം തകർക്കുമെന്ന്. ആ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്ന എനിക്ക് പ്രവേശനം നിഷേധിച്ചു. മറ്റൊരു കോളേജിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല, കാരണം ഇത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ ഒരു ബന്ധുവായി ഈ സ്കൂളിലെ അധ്യാപകനായ രാജസ്ഥാനോടൊപ്പം വന്ന് ആദ്യമായിട്ടാണ് ഞാൻ NSS ആസ്ഥാനത്ത് വന്നു. അന്ന് ജനറൽ സെക്രട്ടറി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയാണ്. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് വന്നത്. അന്ന് പക്ഷേ എല്ലാ അഡ്മിഷനും കഴിഞ്ഞു, ആ അപേക്ഷ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അപേക്ഷ തരാൻ എഴുതി തന്നു. ഞാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത് എനിക്ക് ഇവിടെ ഈ കോളേജിൽ എനിക്ക് പ്രവേശനം നൽകി. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമാണ്. അന്ന് വാസ്തവത്തിൽ അന്ന് എനിക്ക് അപേക്ഷ കൊടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേരാൻ അവസരമില്ലായിരുന്നെങ്കിൽ എൻ്റെ 1 വർഷം പോകുമായിരുന്നു. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ ഈ മണ്ണുമായി എൻ്റെ ബന്ധം. NSS ഹിന്ദു കോളേജ്, NSS ഹെഡ്ക്വാർട്ടേഴ്സ്, മന്നം സമാധി, വേലായുധ മന്ദിരം, മാവേലി ലോഡ്ജുകൾ, അംബിക ഹോട്ടല്, അതോടൊപ്പം തന്നെ ചച്ചായുടെ കട, ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു. അന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നായർ സമുദായ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഇതര ജനസമൂഹങ്ങൾക്ക്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പകർന്നു കൊടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. ഇവിടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോലെ അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ മാരണത്തുകാവ് ദേവീക്ഷേത്രം മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും വേണ്ടി തുറന്നുകൊടുത്തു. പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്കക്കാർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 20 വർഷം മുമ്പ് മാരണത്തുകാവ് ദേവീക്ഷേത്രം തുറന്നുകൊടുത്ത മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച തേജോബിംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് അദ്ദേഹത്തെ എഴുതി ചേർക്കാൻ കഴിയും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് നടത്തിയ സമരങ്ങൾ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ,
സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്കുള്ള പ്രവേശനം, വിമോചന സമരം നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മുതുകുളം പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ്. മുതുകുളം പ്രസംഗം, ആ പ്രസംഗം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് സർ CP അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരി കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല, ജയിലിലായിരുന്നു. പിന്നീടാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഏറ്റവും കരുത്തനായ വ്യക്തിത്വമായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭന്റേത്. അന്ന് അവർണർക്ക് വേണ്ടി സവർണർ ജാഥ നടത്തി എന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം, അന്ന് ഓർക്കാൻ കഴിയാത്ത കാലമാണ്. വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അന്ന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. വൈക്കത്തെല്ലാം നമുക്ക് കാണാം, ഒരു തീണ്ടപ്പലക ഉള്ള സ്ഥലം ഇപ്പോഴും കാണാം. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പിന്നോക്കക്കാർക്ക് അവസരമില്ലായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരമില്ലായിരുന്നു. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളോടുകൂടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും മുന്നണി പോരാളി ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി TK മാധവൻ. TK മാധവനുമായി സംസാരിച്ച ശേഷമാണ് സവർണ ജാഥ ആരംഭിക്കുന്നത്. സവർണ ജാഥ കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. ആയിരക്കണക്കിന് ആളുകളാണ് സവർണ ജാഥയിൽ മന്നത്ത് പത്മനാഭനോടൊപ്പം പങ്കെടുത്തത്. കുഞ്ഞുകുട്ടി പരാധീനം മുഴുവൻ ആ ജാഥയിൽ പങ്കെടുത്തു. ആ ജാഥ കടന്നു പോകുന്ന വഴികളിൽ സവർണ ജാതിക്കാരായ മുഴുവൻ ആളുകൾ അണിനിരന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കരുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. അത് തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തന്നെ ചാലകശക്തിയായി മാറിയത് ഒരു സംശയവും വേണ്ട ആ സവർണ ജാഥയായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക് വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി ഈ സവർണ ജാഥ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു കാലത്തും രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകൾക്കെതിരെ അചഞ്ചലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ കോട്ട് ചെയ്യാം. ഞാൻ സ്വതവേ ഒരു രാഷ്ട്രീയ ജീവിയല്ല, സാമൂഹ്യ പരിഷ്കരണത്തിന് തൽപരനാണ്. ആവശ്യം കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തു നിന്ന് തങ്ങി നിൽക്കാതെ എന്റെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോരുകയാണ് പതിവ്. രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സാമൂഹ്യ പ്രവർത്തകർക്കാണ് സൃഷ്ടിപരമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിവുള്ളതും സാധിക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. നമ്മൾ ആലോചിക്കണം, രാഷ്ട്രീയ രംഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ NSS ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്നും രാഷ്ട്രീയ രംഗത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ NSS നേതൃത്വം ശ്രീ G. സുകുമാരൻ നായരും നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതും ആശാവഹമായ കാര്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.